സ്മോൾ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു പണിയിലാട്ടോ. പക്ഷേ കുറച്ചൊരു നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല, പക്ഷെ കുറച്ചൊന്ന് സൂക്ഷിച്ച് ചെയ്യണം. ഇതാണ് ചൊറിതണം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. അപ്പോൾ ഞാനിത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് പറമ്പുനിന്ന് പറിച്ചു കൊണ്ടുവന്നതാണ്. ഇപ്പം അത് വൃത്തിയാക്കൽ പരിപാടിയിലാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഒന്നുകിൽ കയ്യിലൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു ഗ്ലൗസോ, എന്നിട്ട് ജസ്റ്റ് കത്രിക കൊണ്ട് ഇതിൻ്റെ തണ്ടെടുത്തിട്ട് ഇല ഇങ്ങനെ വെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ വെട്ടി കൊടുത്തിട്ട് ഇത് നല്ലോണം വെള്ളത്തിലിട്ട് നല്ലോണം കഴുകുക. എന്നിട്ട് ഇത് ഉപ്പേരി വെക്കാം. ഇത് നല്ല നല്ല വിറ്റാമിൻ ഉള്ളതാണത്. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇത് ധാരാളം ഞങ്ങളെ മുറ്റത്തിനരികിലുള്ള സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കുമായിരുന്നു. അയ്യോ ഇത് ചൊറിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും അതിനടുത്തേക്കേ പോകാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇതൊക്കെ പറിച്ച് കൊണ്ടുവന്ന് ഉപ്പേരി വെക്കാൻ നോക്കും. ഞാൻ ആകെ അന്തം വിട്ടുപോയി. ഇത് കഴിക്കാനും എനിക്ക് ആദ്യം പേടിയായിരുന്നു. ഈശ്വരായി ചൊറിയുന്ന സാധനം കഴിച്ചിട്ട് വല്ല പ്രശ്നമാവുമോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ പിന്നെ എല്ലാ കൊല്ലവും കർക്കിടക മാസം ആവുമ്പം ഹസ്ബൻഡിൻ്റെ അമ്മ ഇത് പറിച്ചിട്ട്, കാരണം ഹസ്ബൻഡിൻ്റെ അമ്മ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറമ്പിലുള്ള ഇലകളൊക്കെ ഒരുവിധമൊക്കെ പറിച്ചു കൊണ്ടുവന്ന്, അങ്ങനെയാണ് ഞാൻ കുറേ ഇലകളുമായിട്ട് പരിചയപ്പെട്ടത്. പറിച്ചു കൊണ്ടുവന്ന് അതൊക്കെ നന്നായിട്ട് ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കും. അപ്പം അങ്ങനെ കണ്ടിട്ട് ഞാൻ പഠിച്ചതാട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊന്നിപ്പം ഞാൻ ഈ ചൊറിതണം പറിച്ച് ഇതിൻ്റെ ഇലങ്ങളിങ്ങനെ കയ്യിലാക്കാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് മെല്ലെ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കുക. അതിൻ്റെ മുകളിൽ എല്ലാ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകണമല്ലോ. നല്ലോണം കഴുകിയെടുത്ത് എന്നിട്ട് അരിഞ്ഞ് നല്ലോണം ചെറിയുള്ളി ഇട്ടിട്ടാണ് ഞങ്ങളിവിടെ സാധാരണ വെക്കാറ്. ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കും, ചെറിയുള്ളി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾ. എന്നിട്ട് അത് വെന്ത് വന്നാൽ കുറേ ചെറിയുള്ളി ഇടും. അത് വെന്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കും. നല്ല ടേസ്റ്റാണത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നാണ്. ഇന്ന് ഞാൻ ഏതായാലും ഇത് പറമ്പിൽ കുറേ കണ്ടതുകൊണ്ട് ഇത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.